Hi friends, welcome to Hamictech Graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന കുറച്ച് അപ്ഡേറ്റുകളെ പറ്റിയാണ്. അതുപോലെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് അപ്ഡേറ്റുകളെ പറ്റി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വാട്സപ്പിൽ റീസെൻ്റ് ആയിട്ട് വന്ന എല്ലാ അപ്ഡേറ്റുകളെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ റീസെൻ്റ് ആയിട്ട് വന്ന എല്ലാ അപ്ഡേറ്റുകളെ പറ്റി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്ന ബാക്കിയുള്ള അപ്ഡേറ്റുകൾ എന്തെന്നൊക്കെ വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് അപ്ഡേറ്റ് ആണ് സെർച്ച് സെറ്റിംഗ് എന്നത്. പേര് സൂചിപ്പിക്കുന്ന തൊട്ട് തന്നെ നമുക്ക് സെറ്റിങ്സ് ഒക്കെ സെർച്ച് ചെയ്യാൻ ഇനി മുതൽ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിനായിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റിങ്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സെർച്ച് ഐക്കൺ കൂടി സെറ്റിങ്സിലെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതിന് മുമ്പായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു ഐക്കൺ ഇവിടെ വന്നത് കൊണ്ട് തന്നെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഇനി ഈ ഒരു സെറ്റിങ്സിലുള്ള എന്ത് സംഭവം വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ തീം ഒന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഏതാണ്ട് തീം സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്കത് കിട്ടി. അപ്പോൾ ഈസി ആയിട്ട് ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സെറ്റിങ്സും സെർച്ച് ചെയ്തെടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആക്കാൻ സാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ബ്രൗസിങ് എല്ലാം ഒന്നും കൂടെ ഈസി ആവുന്ന രീതിയിൽ വാട്സപ്പ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മാറ്റവും ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആണ് ഡിസ്ക്രിപ്ഷൻ ടു ഫോർവേഡ് മെസ്സേജ് എന്നത്. അതായത് നമുക്കറിയാം നമുക്ക് മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോസ്, ഫോട്ടോസ്, ജിഫ് തുടങ്ങിയ എല്ലാ മെസ്സേജുകളും നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോൾ നമുക്കതിന് ഡിസ്ക്രിപ്ഷനും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു ജിഫ് ഫോർവേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫോർവേഡ് ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴെയായിട്ട് ആഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ആർക്കാണോ ഫോർവേഡ് ചെയ്യുന്നത് അവർക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇനി മുതൽ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജിനും ക്രിഷ്യൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഗ്രൂപ്പ് മെൻഷൻ. അതായത് നമുക്കറിയാം ഇപ്പോൾ വാട്സപ്പിൽ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് കമ്മ്യൂണിറ്റി എന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി മുഖേന നമുക്ക് കുറച്ചധികം ഗ്രൂപ്പുകൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് അയക്കാതെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ആ ഉള്ള ഗ്രൂപ്പിലെല്ലാം ആ ഒരു മെസ്സേജ് ചെല്ലുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ഇതിന് മുമ്പ് വാട്സപ്പ് കൊണ്ടുവന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഗ്രൂപ്പുകളെ പെട്ടെന്ന് മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി അണ്ടറിലുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ നമുക്ക് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് മിസ്ഡ് കോൾ റെഡ് കളർ എന്നത്. അതായത് നമുക്കറിയാം വാട്സപ്പിലൂടെ നമുക്ക് കോളുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ കോളുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് വീഡിയോ കോളിൻ്റെ, ഓഡിയോ കോളിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഈ കോൾ എന്ന സെക്ഷനിൽ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. അതുപോലെ ഏതെങ്കിലും മിസ് കോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ മിസ് കോൾ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഒരു റെഡ് ആരോ മാത്രം അല്ലേ. അപ്പോൾ ഇത്തരത്തിലാണ് നിലവിൽ വാട്സപ്പിൽ മിസ് കോളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്ത് കാണിക്കുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റ് മുഖേന മിസ് കോൾ വന്നാൽ നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ ആ ഒരു ആരോയ്ക്ക് മാത്രമേ റെഡ് കളർ ഉള്ളായിരുന്നുണ്ടെങ്കിൽ, എന്നാൽ ഇപ്പോൾ ആ ഒരു കോണ്ടാക്റ്റിന് ഫുള്ള്, ആ ഒരു കോണ്ടാക്ട് നെയിം ഉണ്ടല്ലോ അതിൽ ഫുള്ള് ഒരു റെഡ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം ഉണ്ടല്ലോ, ആ നെയിം റെഡ് കളറിലായിട്ടാണ് മാറിയിരിക്കുന്നത്. നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഇത്തരത്തിൽ ചെറിയൊരു മാറ്റം മിസ് കോളിൽ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ലഭ്യമാണ്. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് സൈലൻസ് അൺനോൺ കോൾ എന്നത്. അതായത് നമുക്ക് ഇനി മുതൽ വാട്സപ്പിൽ വരുന്ന അൺനോൺ കോൾസ് ഒക്കെ സൈലന്റ് ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം.
സെറ്റിങ്സിൽ പ്രൈവസി എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ കോൾ എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ ഇതാ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇത്തരത്തിൽ പുതിയൊരു വിൻഡോ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ സൈലൻസ് അൺനോൺ കോളേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡിസേബിൾ ആയി കിടക്കുമായിരിക്കും. ഈ ടോഗിൾ ഒന്ന് ഓൺ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം പിന്നീട് നമുക്ക് വരുന്ന എല്ലാ അൺനോൺ കോൾസും സൈലൻ്റ് ആയിരിക്കും. അപ്പം ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മുടെ വാട്സപ്പ് വഴി വരുന്ന എല്ലാ അൺനോൺ കോൾസും സൈലൻ്റ് ആയിരിക്കും. അതായത് നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് നമുക്ക് കോൾ വരികയാണെന്നുണ്ടെങ്കിൽ, വാട്സപ്പ് വഴി കോൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് അൺനോൺ കോൾസ് വന്നാൽ പോലും അത് സൈലൻ്റ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിലോട്ട് വരുന്ന എല്ലാ കോളുകളും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അത് സൈലൻ്റ് ആവത്തില്ല. അതായത് അൺനോൺ കോൾസ് വരെ വന്നാൽ പോലും അത് സൈലൻ്റ് ആവത്തില്ല. അപ്പം സൈലൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അൺനോൺ കോൾസ് വരുന്നത് അത് സൈലൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതാണ് പുതുതായിട്ട് വാട്സപ്പിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്. അടുത്തൊരു അപ്ഡേറ്റ് ആണ് ഡിസ്പ്ലേ നെയിം വിത്ത് ചാറ്റ്. അതായത് നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ അംഗമായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലെ എല്ലാ നമ്പരും അല്ലെങ്കിൽ എല്ലാ കോണ്ടാക്ട്സും നിങ്ങൾ സേവ് ചെയ്തു എന്ന് വരത്തില്ല അല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾ സേവ് ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തികളൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ പേര് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ്ട് ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഗ്രൂപ്പിൽ അശ്വതി കവിത എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന രീതിയിൽ ആ ഒരു വ്യക്തിയുടെ പേര് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ ഇവിടെ നോക്കാമെങ്കിൽ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഈ ഗ്രൂപ്പിലെ മിക്ക നമ്പറും ഞാൻ സേവ് ചെയ്തിട്ടില്ല. അപ്പം ആ ഗ്രൂപ്പിലെ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിലുള്ള വ്യക്തികൾ മെസ്സേജ് അയച്ചാൽ പോലും നമുക്ക് ആ ഒരു വ്യക്തി ഏതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ ആ ഒരു നമ്പർ കണ്ടാലൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പിൽ അംഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാത്ത വ്യക്തിയുടെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എന്നാൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ പേര് കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ ഗ്രൂപ്പിൽ ഒരുവിധം പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പം ആ ഒരു വ്യക്തി നമ്മുടെ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന പേരെന്തോ അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഏതാണ്ട് സജിത സുരേഷ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പേര് അതേപോലെ കൊടുത്തത് കൊണ്ടാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു കോണ്ടാക്റ്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്ന അറബിലാണ്. അതുപോലെ ഏതാണ്ട് മുകളിൽ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്റ്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഇമോജീസ് ആയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരെന്ത് പേരാണോ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പേരായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. എന്തായാലും തന്നെ മിക്കവരും അവരുടേതായിട്ടുള്ള പേരായിരിക്കും കൊടുക്കുന്നത്. ഇൻ കേസ് അങ്ങനെ അല്ലാന്നെങ്കിൽ പോലും ഇത്തരത്തിൽ നമുക്ക് അവരുടെ പേരെന്തായാലും ഡിസ്പ്ലേ ചെയ്ത് വാട്സപ്പ് കാണിക്കുന്നതായിരിക്കും. ഇതിൽ നിന്ന് അവരെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു അടിപൊളി അപ്ഡേറ്റും വാട്സപ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ട എല്ലാ അപ്ഡേറ്റുകളും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ യൂസ് ചെയ്യുന്നവർക്ക് ലഭ്യമാണ്. വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ യൂസ് ചെയ്യുന്ന ചില ബീറ്റ യൂസേഴ്സിന് ചില അപ്ഡേറ്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ചില ബീറ്റ യൂസേഴ്സിന് ഈ പറയുന്ന അപ്ഡേറ്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങളെപ്പോഴും വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ എല്ലാവർക്കും ഈ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.